സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലൂടെ പല കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും സമമാകുമോ? ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാകുമോ? വെയിലും തണലും സമമാകുമോ? ഇരുളും പ്രകാശവും സമമാകുമോ? എന്നെല്ലാം കുറെ കാര്യങ്ങൾ ഖുർആനിലൂടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അവരും അറിവില്ലാത്തവരും സമമാകുമോ നബിയെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുകയാണ്. ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല. അറിവുള്ളവർ ഈ പറയപ്പെട്ടതിന്റെ എല്ലാം നന്മകളിൽ പെട്ടതാണ്. വെയിലിൽ നിന്നും തണല് എത്രമാത്രം നമുക്ക് ആസ്വാദനം നൽകുന്നതോ അതിന്റെ കൂടെയാണ് അറിവ്. നരകത്തിൽ നിന്നും നരകപ്രവേശനത്തിൽ നമ്മളെ അർഹതപ്പെടുത്തുന്ന ഒന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ അറിവാണ്. ഇരുളിൽ നിന്നും പ്രകാശം എത്രമാത്രം നന്മയുള്ളതാണോ അതുപോലെ നന്മയുള്ളതാണ് അറിവുള്ളത്. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഹൈറായിട്ട് എന്തെങ്കിലും കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിയായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ പഠനങ്ങളോ നേട്ടങ്ങളോ അല്ല അല്ലാഹു തആല കൊടുക്കുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് ഹൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് മതത്തിൽ ജ്ഞാനം നൽകുന്നത് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, എന്ന ദുനിയ ഈ ദുനിയാവ് ശമിക്കപ്പെട്ടതാണ്. ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും ശമിക്കപ്പെട്ടതാണ്. ഇല്ലാതിനുള്ള അള്ളാഹിനെ സ്മരിക്കുന്നവരൊഴികെ, അവനെ അനുസരിച്ച് ജീവിക്കുന്നവരൊഴികെ, അറിവുള്ളവൻ അറിവ് പഠിക്കുന്നവരും അതിനെ പഠിപ്പിക്കുന്നവരും ഒഴികെയാണ് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. 7 വർഷത്തോളം നമ്മൾ മതത്തിൽ പഠിച്ചു. അതിനുശേഷം ഈ ദൈവം എന്ന മഹനീയമായ സ്ഥാപനത്തിലേക്ക് നാം കടന്നു വന്നു. ഇനിയും നമ്മുടെ പഠനം പൂർത്തിയാകുന്നില്ല. നമ്മൾ പഠനത്തോടുകൂടി ഇനിയും മുൻപോട്ട് കടന്നു പോകണം.